നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനയാത്രകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന നിബന്ധനകൾ അധികൃതർ നൽകിയാലും പലപ്പോഴും പല ചതിക്കുഴികളിലും വീഴുന്നവരെ നാം കാണാറുണ്ട്. വിമാനത്താവളങ്ങളിൽ ഏതെങ്കിലും അപരിചിതർ നൽകുന്ന പാർസലുകൾ വാങ്ങരുത് എന്ന നിർദ്ദേശം എത്രത്തോളം പ്രധാനമാണോ അതുപോലെ തന്നെയാണ് പരിചിതരെ പോലും സൂക്ഷിക്കണം എന്നത്. ബന്ധുവിന്റെ ചതിയിൽപ്പെട്ട ദമ്പതികൾക്ക് ഖത്തറിലെ ജയിലിൽ കഴിയേണ്ടി വന്നത് 1.5 വർഷമാണ്. മാത്രമല്ല, ആറ്റുനോറ്റുണ്ടായ ആദ്യ കൺമണി പറന്നതും ആ ജയിലിൽ തന്നെ. രണ്ടാമതൊരു ഹണിമൂൺ ട്രിപ്പിന് പോകാൻ മുംബൈക്കാരായ മുഹമ്മദ് ഷരീഖും ഒനിബ ഖുറേഷിയും തയ്യാറായിരുന്നില്ല. ഇത് മാത്രമല്ല, പോകുന്നതിന് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഗർഭിണിയാണെന്ന് ഒനിബ തിരിച്ചറിഞ്ഞതോടുകൂടി പ്രത്യേകിച്ചും രണ്ടാമതൊരു ഹണിമൂണിന് താല്പര്യപ്പെട്ടിരുന്നില്ല. എന്നാൽ ഷരീഖിന്റെ പിതാവിന്റെ പെങ്ങൾ ട്രിപ്പിന്റെ സ്പോൺസർ കൂടിയായ തബാസും റിയാസ് ഖുറേഷിയുടെ നിർബന്ധം സഹിക്കവയ്യാതെയാണ് ഇരുവരും ഖത്തറിലേക്ക് യാത്ര തിരിച്ചത്. കഴിഞ്ഞ ജൂലൈയിൽ ഖത്തറിലേക്ക് പോയ ഇവർ ലഹരിമരുന്നായ ഹാഷിഷ് കൈവശം വച്ചതിന് അവിടെ ജയിലിലാവുകയായിരുന്നു. സംഭവം ഏറെ ഞെട്ടിക്കുന്നതാണ്. ലഹരി കേസിൽ ശിക്ഷിക്കപ്പെട്ട ഖത്തർ സെൻട്രൽ ജയിലിലായിരുന്ന മുംബൈ സ്വദേശികളായ ദമ്പതികൾ ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. വ്യാഴാഴ്ച പുലർച്ചെയാണ് ഇവർ മുംബൈയിൽ തിരികെ എത്തിച്ചേർന്നത്. 2019 ജൂലൈയിൽ മധുവിധു ആഘോഷിക്കാൻ ദോഹയിലെത്തി ഈ ദമ്പതികൾ ലഹരിമരുന്ന് കേസിൽ ദോഹ വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലാവുകയായിരുന്നു. ഒനിബയെയും ഭർത്താവിനെയും ബന്ധുവായ തബസും റിയാസ് ഖുറേഷി എന്ന സ്ത്രീ ചതിയിൽപ്പെടുത്തിയതാണെന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ തെളിയുകയും ചെയ്തു. 1.5 വർഷത്തിലേറെയായി തുടരുന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് 2021 മാർച്ച് 31 ഇരുവരും ജയിൽ മോചിതരായത്. ഇന്ന് വെളുപ്പിന് 2:30 ഇരുവരും മുംബൈ വിമാനത്താവളത്തിൽ എത്തിയതെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറിയിക്കുകയും ചെയ്തു. 2019 ജൂലൈ 6 ഇരുവരും ഖത്തറിലെ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. ഹണിമൂൺ ട്രിപ്പിനെത്തിയ ഇവർക്ക് നേരിടേണ്ടി വന്നത് ലോക്കപ്പും തടവും തീർത്താൽ തീരാത്ത മാനസിക നൊമ്പരങ്ങളുമാണ്. എല്ലാത്തിനും കാരണമായി തീർന്നത് അവസാന നിമിഷം തബാസ് ഏൽപ്പിച്ച ബാഗായിരുന്നു. 4.1 കിലോ ഹാഷിഷായിരുന്നു ബാഗിൽ ഉണ്ടായിരുന്നത്. ഷരീഖും ഒനിബയും ഒന്നും അറിയാതെ ലഹരിക്കടത്തുകാരുടെ കാരിയർമാർ ആകുകയായിരുന്നു. തങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഇതെന്നുമെന്നും ദമ്പതികൾ വാദിച്ചുവെങ്കിലും ഖത്തറിലെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ അവരെ കുറ്റക്കാരായി കണ്ടെത്തുകയാണ് ചെയ്തത്. ഡിസംബറിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ജയിലിൽ വെച്ച് ഒനിബ ഈ വർഷം ആദ്യം തന്നെ ഖുറേഷി എന്ന പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. മധുവിധു ആഘോഷിക്കാനെത്തിയതാണെന്നും ചതിയിൽപ്പെടുകയായിരുന്നുവെന്നും ഇരുവരും കോടതിയെ അറിയിച്ചിരുന്നു. ഖത്തർ സെൻട്രൽ ജയിലിൽ കഴിയവേ ഒനിബ പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. നിരപരാധികളെന്ന് വ്യക്തമാക്കി ദമ്പതികൾ നൽകിയ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി കേസ് വീണ്ടും പരിഗണിക്കാൻ അപ്പീൽ കോടതിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് അപ്പീൽ കോടതി ഇരുവരെയും മോചിതരാക്കാൻ ഉത്തരവിട്ടത്. പൊതി കൈമാറിയ പിതൃസഹോദരി തബസും ലഹരിമരുന്ന് കടത്ത് റാക്കറ്റിലെ കണ്ണിയാണെന്ന് മുംബൈ പോലീസ് കണ്ടെത്തിയതും കേസിൽ വഴിത്തിരിവായി. ഖത്തറിലെ ഇന്ത്യൻ എംബസിയും ദമ്പതികളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഇടപെടൽ നടത്തി. ലഹരിക്കടത്തിൽ ദമ്പതികൾ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് വ്യക്തമാക്കിയാണ് അപ്പീൽ കോടതി ഇരുവരെയും വെറുതെ വിട്ടത്. ദമ്പതികളുടെ കുടുംബങ്ങൾ മുംബൈയിൽ നൽകിയ കേസിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നടത്തിയ അന്വേഷണ വിവരങ്ങളും കേസിന്റെ രേഖകളും ഹർജിക്കൊപ്പം നൽകിയതും മോചനത്തിന് വഴിയൊരുക്കി. 1.5 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ ദമ്പതികൾ തങ്ങളുടെ നാട്ടിലേക്ക് എത്തിച്ചേർന്നത്. ഇത്തരം ചതിക്കുഴികളും നമ്മളെ കാത്തിരിപ്പുണ്ട് എന്ന വിഷയം മറക്കരുത്. പ്രവാസികൾ കൂടുതൽ ജാഗരൂകരാകുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.